നമസ്കാരം. തൃശൂരിലെ വോട്ട് ക്രമക്കേട് വിവാദത്തിനിടെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം. കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഫയലിൽ സ്വീകരിച്ചതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ACPക്ക് അന്വേഷണ ചുമതല നൽകി. വിഷയത്തിൽ നിയമോപദേശമടക്കം തേടുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അതേസമയം സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടുണ്ടെന്ന വിവരം പുറത്തുവന്നു. സുരേഷ് ഗോപിക്കെതിരെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപനാണ് പരാതി നൽകിയത്. സുരേഷ് ഗോപി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് 115 നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത്. വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും നൽകിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് പ്രതാപൻ പോലീസിൽ പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്ന് പരാതിയിൽ പറയുന്നു. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 115 നമ്പർ ബൂത്തിലാണ് വോട്ട് ചേർത്തത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ 22/1788 എന്ന വീട്ടു നമ്പറിൽ സ്ഥിരതാമസക്കാരനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം നടന്ന റിവിഷനിലും അതേപടി തുടരുന്നുവെന്നത് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവാണ്. ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയത് അസത്യ പ്രസ്താവനയാണ്. ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ 11 പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ച് ഇത്തരത്തിൽ ചേർത്തത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേര് തൃശൂരിലെയും കൊല്ലത്തെയും വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൊല്ലത്തെ കുടുംബ വീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്ത് സുഭാഷ് ഗോപിക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിനും വോട്ടുള്ളത്. എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ 84 നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിലാണ് ഇരുവരും ഇടം പിടിച്ചത്. വോട്ടർ പട്ടികയിൽ 1216 ക്രമനമ്പറിലാണ് സുഭാഷിന്റെ പേരുള്ളത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും തൃശൂരിലും വോട്ടുണ്ടായിരുന്നു. അതിനിടെ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് വ്യാപക പരാതി ഉയരുന്നതിനിടെ MP സുരേഷ് ഗോപി ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും ഒന്നും മിണ്ടാതെ അദ്ദേഹം വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. വോട്ട് ക്രമക്കേടിൽ BJPക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ വേലൂർ പഞ്ചായത്തിൽ BJP ടിക്കറ്റിൽ മത്സരിച്ച ഹരിദാസനും സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിരുന്ന അജയ്കുമാറും പൂങ്കുന്നത്ത് ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ ചേർക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിനിടെ മലപ്പുറം സ്വദേശിയായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്യുന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി. 1.5 കൊല്ലമായി തൃശൂരിൽ താമസിച്ച് സംഘടനാ ചുമതല നിർവഹിക്കുന്നത് കൊണ്ടാണ് തൃശൂരിലെ പട്ടികയിൽ വോട്ട് ചേർത്തതെന്ന് ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. അതിനിടെ സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിച്ചത് തൃശൂരിലാണെന്നാണ് കണക്കുകൾ. 1,46,673 വോട്ടർമാരാണ് 2019 കൂടുതലായി തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. തൃശൂരിൽ കന്നി വോട്ടർമാരായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതുതായി ചേർക്കപ്പെട്ടത് 34,000 വോട്ടുകൾ മാത്രമാണ്. അതിനു മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഏകദേശം ഇത്രത്തോളം തന്നെ കന്നി വോട്ടർമാർ പട്ടികയിൽ അന്നും ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. 2019 2024 സംസ്ഥാനത്ത് ആകെ കൂടിയത് 16,02,172 വോട്ടർമാരാണ്. തൃശ്ശൂരിന് പുറമെ വടകര, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലും 1,00,000 മുകളിൽ വോട്ടർമാർ കൂടി. മാവേലിക്കര മണ്ഡലത്തിലാണ് 2024 ഏറ്റവും കുറവ് വോട്ടർമാരെ പുതുതായി പട്ടികയിൽ ചേർത്തത്. 2019 31,057 വോട്ടർമാരുടെ വർധന മാത്രമാണ് മാവേലിക്കരയിൽ 2024 ഉണ്ടായത്.